ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ എന്ന UN പദ്ധതിയിലേക്ക് ക്ഷണം ലഭിച്ചപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ഫോട്ടോ ജേർണലിസ്റ്റായ കാർട്ടറിനും അദ്ദേഹത്തിന്റെ സുഹൃത്തിനും സന്തോഷമായിരുന്നു. സുഡാനിലെ വലിയ വരൾച്ചയിൽ പട്ടിണിയിലായ ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന UNന്റെ പദ്ധതിയായിരുന്നു അത്. കാർട്ടർ എന്ത് ത്യാഗം സഹിച്ചു വേണമെങ്കിലും ഫോട്ടോ എടുക്കാൻ തയ്യാറായ വ്യക്തിയായിരുന്നു. അവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്ന വെറും 30 മിനിറ്റ് മാത്രമായിരുന്നു അവർക്കുള്ള സമയം. ആ 30 മിനിറ്റ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും മാറ്റിമറിച്ചത്. ചിത്രങ്ങൾ എടുത്ത അദ്ദേഹം പെട്ടെന്ന് ഒരു കരച്ചിൽ കേൾക്കുകയും പിന്നീട് അതൊരു മനുഷ്യക്കുഞ്ഞിന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞ് അടുത്തു ചെല്ലുമ്പോൾ കാണുന്നത് മണ്ണിലേക്ക് തല കുനിച്ച് എല്ലുകൾ പൊങ്ങിയ ഒരു പെൺകുട്ടി, പുറകിൽ കുഞ്ഞിന്റെ മരണം കാത്തു നിൽക്കുന്ന കഴുകൻ. ഒറ്റക്കാഴ്ചയിൽ മനുഷ്യക്കുഞ്ഞാണോ എന്ന് തോന്നും വിധത്തിൽ ദയനീയമായിരുന്നു ആ കാഴ്ച. ചിത്രമെടുത്ത് താങ്കൾക്ക് കിട്ടിയ 30 മിനിറ്റിന് ശേഷം അവർ അവിടെ നിന്നും മടങ്ങി. പിന്നീട് ആ ചിത്രം ന്യൂയോർക്ക് ടൈംസിൽ അച്ചടിച്ചു വന്നു. തന്റെ ചിത്രത്തെ ലോകം മുഴുവൻ പുകഴ്ത്തുമെന്ന് കരുതിയ കാർട്ടറിനു തെറ്റി. ന്യൂയോർക്ക് ടൈംസിൽ ഫോൺ വിളികൾ വന്നുകൊണ്ടിരുന്നു. ചിത്രത്തിലെ പെൺകുട്ടിക്ക് എന്തു പറ്റി? കാർട്ടറിനെ എല്ലാവരും കുറ്റപ്പെടുത്തി. 1994 അദ്ദേഹം പകർത്തിയ ചിത്രത്തിന് പുരസ്കാരം ലഭിച്ചു. തകർന്ന മനസ്സുമായി കാർട്ടർ അത് ഏറ്റുവാങ്ങി. പിന്നീട് നടന്ന ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ ചോദിച്ച ഒരൊറ്റ ചോദ്യം കാർട്ടറിന്റെ ജീവിതം മാറ്റിമറിച്ചു. ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് താങ്കൾ അന്വേഷിച്ചുവോ? അതിനുത്തരമായി കാർട്ടർ മറുപടി പറഞ്ഞു, അറിയില്ല, എനിക്ക് വിമാനത്തിനുള്ള സമയമായി, അതുകൊണ്ട് അവിടെ നിന്ന് തിരികെ പോന്നു എന്ന്. അടുത്ത ചോദ്യം ഇതായിരുന്നു, അവിടെ എത്ര കഴുകന്മാർ ഉണ്ടായിരുന്നുവെന്ന്. കാർട്ടർ മറുപടി പറഞ്ഞു തുടങ്ങി, 2 കഴുകന്മാർ ഉണ്ടായിരുന്നു, ഒന്നിന്റെ കയ്യിൽ ക്യാമറയും. കുറ്റബോധത്താൽ അദ്ദേഹം ഓരോ നിമിഷവും തളർന്നു. അങ്ങനെ തന്റെ 33-ാം വയസ്സിൽ കാർട്ടർ ആത്മഹത്യ ചെയ്തു. എത്ര ത്യാഗം സഹിച്ചും തന്റെ ക്യാമറക്കുള്ളിൽ അത്ഭുതം നിറഞ്ഞ ചിത്രങ്ങൾ മാത്രം എടുത്തിരുന്ന കാർട്ടർ പകർത്തിയ കഴുകനും പെൺകുട്ടിയും എന്ന ചിത്രം ഇന്നും സുഡാനിലെ പട്ടിണിയും ദാരിദ്ര്യവും എത്രമാത്രം എന്ന് ഇന്നും ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ലോകത്തെ കരയിപ്പിച്ച ഫോട്ടോയും ഫോട്ടോഗ്രാഫറും ഇതായിരുന്നു.